എല്ലാവർക്കും ടെക്ലൈ മനസ്സിലായി. സോ നമ്മൾ സ്കിച്ച് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M35 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ഞാൻ 2 മാസം മുമ്പ് ചെയ്തതാണ്, ഇറങ്ങുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്, എൻ്റെ ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ സാംസങ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. 9.1 mm തിക്നെസ് വരുന്നത്, 220 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ്, പ്ലാസ്റ്റിക് ബാക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. ഐപ് റേറ്റിംഗ് ഒന്നും വരുന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്കിവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്. സോ ഡിസൈൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഇച്ചിരി ചങ്കി ഫോണാണ്, ഇച്ചിരി വെയിറ്റ് കൂടിയതും അത്ര സ്ലിം ആയിട്ടുള്ള ഫോണല്ല, ഇച്ചിരി ചങ്കി ഫോൺ തന്നെയാണ്. സോ വൺ ഹാൻഡ് യൂസേജും ഇച്ചിരി പാടായിരിക്കും. അല്ലാണ്ട് ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല, ടിപ്പിക്കൽ സാംസങ് ഡിസൈനൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. നേരത്തെ നമുക്ക് വന്നുകൊണ്ടിരുന്ന ഡ്യൂ ഡ്രോപ്പ് ആണ്, അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ച് ഹോൾ HD മോഡേൺ ലുക്കിംഗ് ആയിട്ടുണ്ട്. 120 Hz ഡിസ്പ്ലേ ആണ്, 8 ബിറ്റ് ആണ് വരുന്നത്. സൂപ്പർ AMOLED പാനലാണ് വരുന്നത്. 1000 നിറ്റ്സ് ആണ് നമുക്ക് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ വരുന്നത്. ബ്രൈറ്റ്നസ് HDR10+ വരുന്നുണ്ട്. HDR10+ യൂട്യൂബിൽ മാത്രമേ കിട്ടത്തുള്ളൂ, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ അല്ല. പിന്നെ കൂടെ പ്രൊട്ടക്ഷൻ വരുന്നത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ്. സോ അതൊരു അടിപൊളി കാര്യമാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് കിട്ടുന്നത്. സോ ഡ്യൂറബിലിറ്റി ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED പാനലാണ്. സോ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. ഇനി നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് കളഞ്ഞു, ഇവിടെ ഇല്ല. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ്. കാരണം ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പ്ലസ് സൂപ്പർ AMOLED പാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വരുന്നത് സാംസങ്ങിൻ്റെ തന്നെ Exynos 1380 എന്ന് പറയുന്ന പ്രോസറാണ്. 5 nm പ്രോസറാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡബിൾ അപ് ടു 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം അല്ലെങ്കിൽ SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. സോ പെർഫോമൻസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്നാപ്ഡ്രാഗൺ 6 Gen 1 ബെറ്റർ പെർഫോമൻസ് ഇതിൻ്റെ ഒരു പ്രോസർ തന്നെയാണ്. സ്റ്റെബിലിറ്റി സ്കോറും അത്യാവശ്യമുണ്ട്. 85% സ്റ്റെബിലിറ്റി സ്കോർ വരുന്നുണ്ട് ത്രോട്ടിൻ ടെസ്റ്റിലൊക്കെ. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 6,15,360 ടോട്ടൽ. CPU ഒരു 2,03,015 വരുന്നുണ്ട്. GPU 1,36,422 ഇനി പബ്ജിയുടെ കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ, BGMയുടെ കാര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീം കിട്ടുന്നുണ്ട്, HDR അൾട്രയും കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ് വരുന്നത്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിങ്ങും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത്. പ്രൈമറി ഒരു 50 MP f1.8 ആപ്സിൽ വരുന്ന OIS സപ്പോർട്ട് ചെയ്യുന്ന പ്രൈമറി സെൻസറാണ്. 4K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി നമുക്ക് 8 MP f2.2 അൾട്രാവൈഡാണ് വരുന്നത്. 1080p 30fps പിന്നെ 2 MP മാക്രോ. ഫ്രണ്ട് നമുക്ക് കിട്ടുന്നത് സെൽഫി ക്യാമറ 13 MP f2.2 ആവശ്യമുള്ള സെൽഫി ക്യാമറ. ഇവിടെ നമുക്ക് 4K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ക്യാമറ പെർഫോമൻസ് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ല ഗുഡ് കളേഴ്സാണ് ഷോ ചെയ്യുന്നത്, നല്ലോണം നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസും അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ഗുഡ് വീഡിയോ ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോ ആണ് വരുന്നത്. അങ്ങനെ ജിറ്ററിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല OIS ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിറ്റക്ഷൻ, നമ്മുടെ പോർട്രേറ്റിൽ എഡ്ജ് ഡിറ്റക്ഷൻ എപ്പോഴും പെർഫെക്റ്റ് അല്ല, ചില സമയത്ത് ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു ക്യാമറ തന്നെയാണ്. പിന്നെ 8 MP അൾട്രാവൈഡാണ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈമറി സെൻസറും നമ്മുടെ 8 MP അൾട്രാവൈഡ് അത്ര കളർ ഡിഫറൻസ് വരുന്നില്ല. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഈ പ്രൈസ് ചോദിച്ചു നോക്കുമ്പോൾ 1 ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിനി OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ Android 14 One UI 6.1 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. ശകലം ബ്ലോട്ട്വേർഡ്സും വരുന്നുണ്ട്, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. ഒരു സ്റ്റെപ്പ് മേളിൽ ഇപ്പോൾ 25,000-30,000 വരെ പോവുകയാണെങ്കിൽ തന്നെ ഇത്രയും അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് വേറെ ഉണ്ടാവില്ല. സോ നമുക്ക് ടൈമിൻ്റെ അപ്ഡേറ്റ്സും കിട്ടും, അതിന് ബഗ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ UI ഇച്ചിരി ഹെവിയാണ്, ശകലം UI സ്റ്റട്ടറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ വലുതായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഒരു കുറേ നേരം ഉപയോഗിച്ചാലൊക്കെ ഒരു 1-2 സ്റ്റട്ടറിങ് ഒക്കെ വരത്തുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് അടിപൊളി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ UI ഒക്കെ അടിപൊളിയാണ്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കാര്യമാണ്. നമ്മളിനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ബോക്സിൽ ചാർജർ കിട്ടുമല്ലോ, എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങിക്കണം. 25 വാട്ട് ചാർജർ 6000 mAh എന്ന് പറയുമ്പോൾ സ്ലോവർ ആയിരിക്കും. ഒരു 1.5 മണിക്കൂറൊക്കെ അതിന് മേളിൽ വരും ചാർജ് ആവാനായിട്ട്. പക്ഷേ ബാറ്ററി ലൈഫ് കിടക്കാനായിരിക്കും. നെക്സ്റ്റ് കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 13 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. പിന്നെ NFC വരുന്നുണ്ട്. പിന്നെ USB Type-C 2.0. സോ കണക്റ്റിവിറ്റി കാര്യത്തിലും ഒരു കുറവുകളും കാര്യങ്ങളും ഒന്നും സാംസങ് വരുത്തിയിട്ടില്ല. നമ്മളിതിൻ്റെ പ്രൈസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇച്ചിരി കൺഫ്യൂഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
6GB 128GB 6GB റാം 128GB സ്റ്റോറേജിന് ഒറിജിനൽ പ്രൈസ് 20,000 രൂപയാണ്. ഇതിന് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ റിവ്യൂവേഴ്സ് പറഞ്ഞ പോലെ 16,000 രൂപ കിട്ടുമെന്നൊക്കെ പറയുന്നത്. ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ ബാങ്ക് യൂസേഴ്സിനും ഈ 2,000 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 11,000 രൂപയ്ക്ക് കിട്ടും ഒബിയസ്ലി. പിന്നെ പ്രൈം യൂസർ ആണെങ്കിൽ 1,000 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ 17,000 രൂപയായി. പിന്നെ നിങ്ങൾക്ക് നേരത്തെ സാംസങ് എം സീരീസ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സെലക്റ്റഡ് എല്ലാ എം സീരീസിനല്ല, സെലക്റ്റഡ് എം സീരീസ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഒരു 1,000 രൂപ ഡിസ്കൗണ്ട് വരും. അങ്ങനെയാണ് 16,000 രൂപ വരുന്നത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ 16,000 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഫുൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. 16,000 രൂപയ്ക്ക് പറ്റിയ ഫോണാണ്. ഒരു സ്പെക്കും എന്താ പറയുക ഒരു കുറവും ഒന്നും വരുത്താത്തൊരു ഫോണാണ്. ഡിസ്പ്ലേ അടിപൊളിയാണ്, പെർഫോമൻസ് അത്യാവശ്യമുണ്ട്, ക്യാമറയുണ്ട്, ബാറ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് 2,000 രൂപ കുറച്ച് 11,000 രൂപ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സാംസങ് ഫോൺ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു സപ്പോർട്ടും പിന്നെ അവരുടെ എന്താ പറയുക സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിടക്കാനായിരിക്കും. സോ എനിക്കൊരു നല്ല ഫോണായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ സജഷൻസ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.